സ്വാമി പറയൂ വത്സേ. എന്റെ മോന്റെ നടുവേദന മാറാൻ ഒരു വഴി പറ സ്വാമി. അത് ആ ശിവൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. ആ ശിവലിംഗം നിന്റെ മകൻ പൊക്കിയാൽ ചിലപ്പോ നടക്കുമായിരിക്കും. ഓം നമ ശിവായ. Is it true? യാ ബേബി. ശിവ ഇവിടെ വാ. നീ ഈ ലിംഗം പൊക്കണം, എന്നാൽ മാത്രമേ നിന്റെ നടുവേദന മാറൂ. ആര് പറഞ്ഞു? നമ്മുടെ സ്വാമി പറഞ്ഞതാ. ആ ബെസ്റ്റ്. അവനെ നമ്പിയാണ് എൻ്റെ നടു ഡബിളി പോലെ ആയത്. നടുവേദന മാറാൻ ഐഡിയ ചോദിച്ചപ്പോൾ നടു പൊടിയാനുള്ള ഐഡിയയും പറഞ്ഞു വിട്ടേക്കും നൂള. ഈ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നത് അനുസരിക്കൂ ശിവ. എൻ്റെ പുക കണ്ടേ നിങ്ങൾ അടങ്ങും അല്ലേ അമ്മേ? പ്ലീസ് മോനെ. അയ്യോ എൻ്റെ നടുവേ, അയ്യോ അയ്യോ എൻ്റെ നടുവേ. കള്ളസ്വാമിയുടെ ഒടുക്കത്തെ ഒരു ഐഡിയ. ആരെങ്കിലും ഡോക്ടറെ വിളിക്കോ? വിളിക്കാൻ പോയിട്ടുണ്ട് മോനെ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കിടന്ന് മോങ്ങുന്നോ കളവി. ആർക്കാണ് ഇവിടെ വെട്ട്? പറയൂ, വേഗം പറയൂ, ഞാൻ ചികിത്സിക്കട്ടെ. ആർക്കാണ് ഇവിടെ വെട്ട്? ഈ സ്വാമിക്കാണോ അതോ ഈ അമ്മച്ചിക്കോ? പറയൂ. ആ സ്വാമിക്ക് കുറച്ചുണ്ട്, പക്ഷെ വട്ടിന് ചികിത്സിക്കാനല്ല ഡോക്ടറെ വിളിച്ചത്, നടുവിനാണ്. നടുവിനോ? നോക്കട്ടെ, കാണിക്കൂ. അതെ, അത് മലയുടെ മുകളിലുള്ള കൊടുങ്കാട്ടിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നീലക്കൊടുവേലിയോ? I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just അപ്പോ ആ എരുമേനെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ശരിക്കും അമ്മേ. ഹേ മഹാമന്ത്രി, ഭൽവാൽ ദേവനെ തോപ്പിക്കാൻ ഒന്നല്ല 10 കാട്ടെരുമകൾ വേണ്ടി വരും. 10 തന്തയായിപ്പോയി, ഇല്ല ഞാൻ തല്ലി കൊന്നേനെ. സോറി മോനെ. എന്ത് പറയാനാ, വേലിക്കിടന്ന പാപ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ച പോലായി അല്ലേ മോനെ? നിന്ന് കൗണ്ടർ അടിക്കാതെ പോയി ഡോക്ടറെ വിളിക്ക് തന്തയെ. ഓക്കെ സൺ. ഇവിടെ ആർക്കാണ് വെട്ട്? പറയൂ, ആർക്കാണ്? ഞാൻ ചികിത്സിക്കട്ടെ. ഈ കിളവനാണ്. കിളവൻ നിന്റെ തന്ത. ഐ ആം ജസ്റ്റ് 25. പിന്നെ ഇവിടെ ആർക്കും വട്ടിച്ചട്ടുമൊന്നുമില്ല, നടുവേദനയാണ്. നടുവിനോ? നോക്കട്ടെ, കാണിക്കൂ. നീലക്കൊടുവേലി. അത് എവിടെ കിട്ടും ഡോക്ടർ? അതെ, അത് മലയുടെ മുകളിലുള്ള കൊടുങ്കാട്ടിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആരിവിടെ? എത്രയും പെട്ടെന്ന് കട്ടപ്പയെ വിളിക്കൂ. കട്ടപ്പ. പറയൂ പ്രഭു. നീ ആ തെക്കൻ കാട്ടിൽ പോയി എനിക്കായി നീലക്കൊടുവേലി കൊണ്ടുവരണം. ശരി പ്രഭു, പക്ഷേ എനിക്ക് വഴി അറിയില്ല. പിന്നെ ആർക്ക് വഴി അറിയാം? ദേവസേനയ്ക്ക് അറിയാം. ദേവസേനയ്ക്ക് ആ കാടിനെ പറ്റി അറിയാം. ആ ബെസ്റ്റ്. ഈ നൂറ്റാണ്ടിലൊന്നും നീലക്കൊടുവേലി പ്രതീക്ഷിക്കേണ്ട പോരെ. എന്നാൽ അങ്ങനെയാകട്ടെ, 2 പേരും കൂടെ പോയി വരൂ. ശരി പ്രഭു. മോനെ ബല്ല, ഇനി ഇവരെ തപ്പാൻ വേറെ ആളെ വിടേണ്ടി വരുമോ? എടാ തന്തേ,
സാമി 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 എന്ന് വിളിക്കുമ്പോൾ സോപ്പ് തേക്കാൻ വരുമോ എൻ്റെ സാമി? എൻ്റെ സാമി, ആ സാമി 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 എന്ന് വിളിക്കുമ്പോൾ സോപ്പ് തേക്കാൻ വരുമോ എൻ്റെ സാമി? സാമി അയ്യോ, ആരാ അവിടെ? താനേതാ? ഈ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്നാ ആര്യം? ഇതിലെ പോയപ്പോൾ നോക്കിയതാണ്. അതിനിടയ്ക്ക് എൻ്റെ നടു ഒന്ന് വെട്ടി. സോറി. അങ്ങനെ തന്നെ വേണം. സീൻ പിടിക്കാൻ വന്നതല്ലേ? സുന്ദരി, ഒന്ന് എൻ്റെ നടു തിരുമ്മി തരുമോ സുന്ദരി? വേദന സഹിക്കാൻ വയ്യ. ഓ അണ്ട ഓ വാ വാ ഓ അണ്ട ഓ വാ വാ ചരഞ്ച് 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 ചാച ചരഞ്ച് 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 ചാച. താനിത് ഏത് പാട്ടാ ഈ പാടുന്നേ? ഇപ്പോഴത്തെ യൂട്യൂബ് ട്രെൻഡിങ് സോങ് ആണ് ദേവസേന ഇത്. അതിന് കാക്കയുടെ ഒച്ചയും വെച്ച് നിങ്ങൾ എന്തിനാ ഈ പാട്ട് പാടുന്നേ കട്ടപ്പാ? അത് പിന്നെ എനിക്കൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതാണ് ദേവസേന. ഇതില് ഭേദം എന്നെ ചെങ്ങലക്കിടുന്നതാ നല്ലത് കട്ടപ്പാ. ഇനി ഇവളെയും പുറകീന്ന് കുത്തി കൊല്ലേണ്ടി വരുമോ? ഞാൻ പുഷ്പ. പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവർ അല്ലടാ, ഫയറാടാ. നീ എന്തിനാടാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നേ? ഓ സോറി, പടം മാറിപ്പോയി. ഒരു കാര്യം പുഷ്പേട്ടോ, ചോദിച്ചോളൂ. ഈ നീലക്കൊടുവേളി ഉള്ളിടത്തോട്ടുള്ള വഴി ഏതാ പുഷ്പേട്ടോ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. താങ്ക് യു പുഷ്പേട്ടോ. യു ആർ വെൽക്കം. മോനെ, ആര്? ബാഹുബലി. ബാബു ആന്റണിയോ? അല്ല, ബാഹുബലി.